നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. IPL-ൽ ഇന്ന് കാര്യങ്ങൾക്കൊക്കെ ഏതാണ്ട് ഒരു തീരുമാനമാകും. കാരണം ഇന്ന് ലീഗ് കളികളുടെ അവസാന ദിവസമാണ്. ഇന്ന് 2 കളി നടക്കുന്നുണ്ട്. ആദ്യത്തെ കളി രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും തമ്മിലാണ്. രണ്ടാമത്തെ കളിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഈ 2 കളിയിൽ കാര്യങ്ങൾ തീരുമാനമാവും. ഇന്നലെ പഞ്ചാബ് കിങ്സ് ജയിച്ചിട്ടുണ്ട് ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ. അതോടുകൂടി അവർക്ക് 15 പോയിൻ്റായി. ഇന്ന് ആദ്യ കളിയിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചാൽ തീരുമാനമായി. രാജസ്ഥാൻ റോയൽസ് കയറി. കാരണം ഇപ്പോൾ നിലവിൽ 14 പോയിൻ്റാണ് അവർക്കുള്ളത്. ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ 2 പോയിൻ്റ് കൂടി കിട്ടും. അങ്ങനെ 16 പോയിൻറ്റുമായി അവർ പ്ലേ ഓഫിലേക്ക് എത്തും. ബാക്കി പിന്നെ ഒരു കളിക്കും പ്രസക്തിയില്ല. പഞ്ചാബും പുറത്താകും. അതേസമയം രാജസ്ഥാൻ തോൽക്കുകയും മുംബൈ ജയിക്കുകയും ചെയ്യുകയും അപ്പുറത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാത്രി കളിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിക്കുകയും ചെയ്താൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും 15 പോയിൻ്റ് ആകും. അപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഇന്നലെ ജയിച്ച പഞ്ചാബ് കിങ്സ് 11 തമ്മിലായിരിക്കും പ്ലേ ഓഫിലേക്കുള്ള അവസാന സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള മത്സരം. അതിൽ നെറ്റ് റൺ റേറ്റ് കടന്നു വരും. അപ്പോൾ കൊൽക്കത്തയ്ക്ക് ജയിക്കണമെങ്കിൽ നല്ല മാർജിനിൽ നല്ല നെറ്റ് റൺ റേറ്റോട് കൂടി ജയിക്കണം. ഇനി അഥവാ കൊൽക്കത്ത തോറ്റു എന്ന് വിചാരിക്കുക, കൊൽക്കത്തയും തോറ്റു രാജസ്ഥാനും തോറ്റു എന്ന് വിചാരിക്കുക, അപ്പോൾ ഇവർ കയറും, പഞ്ചാബ് കിങ്സ് 11 കയറും. ഇതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കളികൾ അതിനിർണായകമാണ്. ലീഗിലെ അവസാന മത്സരങ്ങൾ വരെ ഈ പ്ലേ ഓഫ് സാധ്യതകൾ ആർക്ക് എന്ന ഒരു പ്രശ്നം നിലനിന്നു എന്നത് തന്നെ ഈ ലീഗ് ഇത്തവണത്തെ ഈ സീസൺ എത്രത്തോളം കഠിനമായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ്. എന്തായാലും ഇന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകും.